എത്തുമ്പോൾ മെസ്സിപ്പട കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അർജന്റീനയുടെ ഈ വർഷത്തെ സൗഹൃദ മത്സരവേദികളിൽ കേരളവുമുണ്ട്. അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കാണ് വിരാമമാകുന്നത്. വിവരങ്ങളുമായി എൽദോ പോൾ ചേരുന്നുണ്ട്. എൽദോ, ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ടായി. ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണിപ്പോൾ അർജന്റീനിയൻ ടീം കേരളത്തിലേക്ക് എത്തുന്നു, മെസ്സിപ്പട കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ? മെസ്സിപ്പട കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അർജന്റീനയുടെ ഈ വർഷത്തെ സൗഹൃദ മത്സരവേദികളിൽ കേരളവും ഉണ്ടാകും. അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഒരുപാട് നാൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ, ഒരുപാട് നാളത്തെ വിവാദങ്ങൾക്കൊക്കെ ഒടുവിലാണ് മെസ്സിപ്പട കേരളത്തിലേക്ക് എത്തുന്നത്. എൽദോ പോൾ വിവരങ്ങളുമായി ചേരുന്നു. എൽദോ, തുടരാം. അനുശ്രീ, അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തി എന്നുള്ളതായിട്ട് ശ്രദ്ധേയം. അതായത് ഫേസ്ബുക്ക് പേജിലൂടെയാണ് അർജന്റീന ടീം അവർ നവംബർ മാസത്തിൽ അങ്കോളയിലും ഇന്ത്യയിലും മത്സരം കളിക്കും, ഇന്ത്യയിൽ കേരളത്തിൽ മത്സരം കളിക്കുമെന്ന് സ്പഷ്ടമാക്കിക്കൊണ്ട് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അത് ഏത് എതിരാളിയാണ് എന്നുള്ളതിൽ വ്യക്തതയില്ല. പക്ഷേ അപ്പോഴും ഇന്ത്യയിൽ മത്സരം കളിക്കുമെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. ഒരുപാട് ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഇടയാക്കിയ ഒരു പ്രഖ്യാപനമായിരുന്നു കേരളത്തിലേക്ക് ലയണൽ മെസ്സിയും സംഘവും എത്തുന്നുള്ളത്. പക്ഷേ അതിങ്ങനെ അനിശ്ചിതത്വം തുടരുകയായിരുന്നു. ഒരു തരത്തിലും ഒരു സ്ഥിരീകരണം വന്നിരുന്നില്ല. അതിനിടയിൽ സ്പോൺസർമാരും അവകാശവാദങ്ങളുമായി രംഗത്തെത്തി. ഇതിനിടയിൽ പ്രതിപക്ഷം വലിയ തോതിൽ മെസ്സി വരില്ല എന്നുള്ള തോതിൽ പരിഹസിക്കുകയൊക്കെ ചെയ്തു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാരവാഹികൾ തന്നെ ഇന്ത്യയിലേക്കുള്ള യാത്ര, കേരളത്തിലേക്കുള്ള യാത്രയിൽ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല എന്ന് പറയുന്നു. അങ്ങനെ വലിയ വലിയ വിവാദങ്ങളും ചർച്ചകൾക്കും ഒക്കെ ഏറ്റവും ഒടുവിലാണ് ഈ സ്ഥിരീകരണം വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. സ്പോൺസർമാർ പറയുന്നതനുസരിച്ച് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കേണ്ടത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നവംബർ മാസത്തിൽ മത്സരം നടക്കുമെന്നാണ് സ്പോൺസർമാർ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ 10-നും 18-നും ഇടയിലുള്ള ദിവസങ്ങളിൽ കേരളത്തിലേക്ക് അർജന്റീന ടീം എത്തുമെന്നുള്ളതാണ്. ലയണൽ മെസ്സിയും ഈ സംഘത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് കരാർ, അല്ലെങ്കിൽ ലയണൽ മെസ്സിയെ പരമാവധി ഉൾക്കൊള്ളിക്കും എന്നുള്ളതാണ് കരാർ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മെസ്സി കേരളത്തിലേക്ക് എത്തുന്നത് വലിയ സന്തോഷവും ആഹ്ലാദവും ഒക്കെയാണ് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച്. പക്ഷേ അതിനുമൊപ്പം തന്നെ എത്ര ദിവസം ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും ഒന്നും നമുക്ക് ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുന്നില്ല. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്രമാത്രം പറയുന്നു: നവംബറിലെ അർജന്റീന ടീമിന്റെ യാത്രയിൽ അതിൽ അങ്കോളയുണ്ട്, മറ്റൊന്ന് കേരളമാണ്, ഇന്ത്യയിൽ കേരളമാണ്. 10 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ ഈ യാത്രയുടെ വിവരങ്ങൾ യാത്രയുണ്ടാകും. അതിൽ എതിരാളി ആരാണ് എന്നുള്ളതിൽ തീരുമാനമായിട്ടില്ല എന്ന് മാത്രമാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും മെസ്സി വരും എന്നുള്ള ആകാംക്ഷകൾക്ക് ഒടുവിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആദ്യമായി ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നടത്തുകയാണ് കേരളത്തിലേക്ക് ലയണൽ മെസ്സി എത്തുമെന്നുള്ള കാര്യത്തിൽ. ഖത്തർ ലോകകപ്പ് ജയിച്ച അർജന്റീന ടീം കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുമായി വലിയ തോതിൽ അവർ പ്രതീക്ഷ പുലർത്തുകയും അല്ലെങ്കിൽ കേരളത്തിൽ കളിക്കുന്നതിനെ പറ്റി സമ്മതം അറിയിക്കുകയും ചെയ്തിരുന്നു നേരത്തെ തന്നെ. ഇതേ തുടർന്നാണ് ഇത്തരത്തിലൊരു നീക്കം കേരളത്തിലെ കായിക വകുപ്പ് ആരംഭിക്കുന്നത്. പിന്നാലെയാണ് സ്പോൺസർമാരെ കണ്ടെത്തി അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാനുള്ള ശ്രമവും നടത്തിയത്. അങ്ങനെ ആ ശ്രമങ്ങൾക്ക് എല്ലാം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അർജന്റീന ടീം എത്തുമെന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. പക്ഷേ അത് നവംബറിലാണ്. നവംബർ മാസത്തിൽ അത് തിരുവനന്തപുരത്ത് മത്സരം നടക്കുമെന്നാണ് അറിയിപ്പ്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം ഒരു ഫുട്ബോളിൻ്റെ മക്കയായി ആ ദിവസങ്ങളിൽ, ആ സമയങ്ങളിൽ മാത്രം മാറുമെന്ന് പ്രതീക്ഷിക്കാം. അനുശ്രീ, അതുതന്നെയാണ് എൽദോ. പറഞ്ഞതുപോലെ തന്നെ മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു, ഒരുപാട് ആരാധകരുള്ള ഒരു വ്യക്തി. ആ ഒരു വ്യക്തി കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും? പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കേരളം ഒട്ടാകെയുള്ള ആളുകൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഔദ്യോഗിക സ്പോൺസേഴ്സിന്റെ നേരത്തെ ഒരു വീഡിയോ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. രാമനാട്ടുകരയിൽ നിന്നും ഓപ്പൺ ബസ് വഴി ലയണൽ മെസ്സിയുടെ ഒരു യാത്രയുമല്ല. പക്ഷേ അതേക്കുറിച്ചും ഒരു വ്യക്തത നമുക്ക് നൽകാൻ കഴിയില്ല. അതൊക്കെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും ലയണൽ മെസ്സിയും ഒക്കെ അതിൽ സമ്മതം അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിൽ റോഡ് ഷോയ്ക്കുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ അപ്പോഴും ടീം എത്തുന്നു എന്നുള്ളതാണ് സന്തോഷകരം. ഇനി തിരുവനന്തപുരത്തെ സാഹചര്യം. തിരുവനന്തപുരം ഒരു രാജ്യാന്തര ഫുട്ബോൾ സ്റ്റേഡിയം അല്ല.
അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ആദ്യം അർജന്റീന ടെക്നിക്കൽ കമ്മിറ്റി വന്ന ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ പരിശോധന, ഫുട്ബോൾ സ്റ്റേഡിയത്തിലെ സുരക്ഷാ സൗകര്യങ്ങൾ, ഇത്തരം കുറെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് നവംബറിലാണ് മത്സരം നടക്കേണ്ടതെങ്കിൽ അടുത്ത മാസത്തോടു കൂടിയെങ്കിലും അർജന്റീനയുടെ ടെക്നിക്കൽ സമിതി എത്തി പരിശോധിക്കുമെന്നാണ് കരുതേണ്ടത്. അതിനുശേഷം അവർ റിപ്പോർട്ട് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അർജന്റീന ഫുട്ബോൾ ടീം തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കേരള ക്രിക്കറ്റ് ലീഗിലെ മത്സരങ്ങൾ നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മത്സരങ്ങൾ കഴിഞ്ഞ്, ക്രിക്കറ്റ് കഴിഞ്ഞ് ഉടൻ തന്നെ ആ സ്റ്റേഡിയത്തെ ഒരു ഫുട്ബോൾ കോർട്ടാക്കി കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതൊരു ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരിക്കും എന്നുള്ള സംശയമില്ല. ഇനി രാജ്യാന്തര സൗഹൃദ മത്സരമായതുകൊണ്ട് തന്നെ ഈ ഫിഫ റെഗുലേഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഏറ്റവും പ്രധാനം ലോകകപ്പ് അടുക്കുകയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ താരങ്ങൾക്ക് പരിക്കേൽക്കാത്ത വിധത്തിൽ പിച്ച് അല്ലെങ്കിൽ ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ നടുക്ക് അല്പം ഹാർഡായിട്ടുള്ള സർഫസ് ആയിരിക്കും. അതിന് മുകളിൽ പുല്ല് വളർത്തി അത്രമാത്രം ഒരുപക്ഷെ ആ പിച്ചിൽ ചെറിയ 1-2 പിച്ചെങ്കിലും റിമൂവ് ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്, വെല്ലുവിളികളുണ്ട്. പക്ഷേ ആ വെല്ലുവിളി മറികടന്ന് വേണം മുന്നോട്ട് പോകാൻ. സ്പോൺസർമാർ പ്രതീക്ഷയിലാണ്. സ്പോൺസർമാർ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷയും അത് തന്നെയാണ്. അവർക്കത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നേരത്തെ റിപ്പോർട്ടർ RBCയുടെ MD ആൻഡോ അഗസ്റ്റിൻ ന്യൂസ് 18നോട് പ്രതികരിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. അവർ പ്രതീക്ഷയോടുകൂടി സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഒരുക്കുക എന്നുള്ളതൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഓപ്പൺ ബസ് യാത്രയൊക്കെ നടക്കുമോ എന്നുള്ളത് കൗതുകകരമാണ്. കാരണം ഇത്രയും ദൂരം അത് രാമനാട്ടുകരയിൽ നിന്നാണ് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അത്രയും ദൂരമൊക്കെ ലയണൽ മെസ്സിയെ പോലെ ഒരാൾ അർജന്റീന ടീമിന്റെ ലോകകപ്പ് ജയത്തിന് ശേഷമുള്ള ആഘോഷം തന്നെ നമ്മൾ കണ്ടതാണ്. അത് ബ്യൂണസ് അയേഴ്സിലായിരുന്നു. അതിനുമപ്പുറത്തേക്ക് ഇത്രയും കിലോമീറ്ററുകൾ യാത്ര ചെയ്യുക എന്നുള്ളതൊക്കെ ഏറെക്കുറെ അസാധ്യമായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷേ ഇനി കരാറിൽ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തത വരേണ്ടതുണ്ട്. കരാറിലെ വിശദാംശങ്ങൾ സ്പോൺസർമാർ തന്നെ പുറത്ത് നൽകേണ്ടതുണ്ട്. അനുസരിക്കും. അതുപോലെ തന്നെ ഈ എതിരാളികൾ ആരാകാനാണ് സാധ്യത? അതിനെപ്പറ്റിയുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ട്? അത് എപ്പോഴേക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്? ഈ എതിരാളികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം, അർജന്റീന ടീം മുന്നോട്ട് വെച്ച കാര്യം, എതിരാളികൾ ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 50 സ്ഥാനങ്ങളിൽ ഉള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. ആദ്യ 50 സ്ഥാനങ്ങളുള്ള ഒരു ടീമിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. സ്പോൺസർമാരുമായി സംസാരിച്ചപ്പോൾ അവർ അറിയിച്ചത് ചർച്ച നടക്കുകയാണ്, പല ടീമുകളുമായി ചർച്ച നടക്കുന്നു എന്നുള്ളതാണ്. അറിയാൻ കഴിയുന്ന വിവരം അനുസരിച്ച് പ്രധാനമായും ഏഷ്യൻ ടീമുകളെ തന്നെ കേന്ദ്രീകരിച്ചാണ് ചർച്ച എന്ന് മനസ്സിലാക്കുന്നു. ഏഷ്യൻ ടീമുകൾ അത് നിരവധിയായിട്ടുള്ള ടീമുകളെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ ടീമുകളാണ് സന്നദ്ധത അറിയിക്കുന്നതൊക്കെ കാത്തിരുന്ന് കാണണം. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇന്ത്യയുമായിട്ടുള്ള ഒരു സൗഹൃദ മത്സരത്തിന് യാതൊരു സാധ്യതയുമില്ല. കാരണം അർജന്റീന ടീമിനെ സംബന്ധിച്ച് ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലുള്ള ടീം തന്നെ, ഫിഫ റാങ്കിങ്ങിലുള്ള ടീം തന്നെ മത്സരിക്കാൻ വേണം എന്നുള്ളതാണ് ഒരു വ്യവസ്ഥ. ആ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് മാത്രമേ കരാർ മുന്നോട്ട് പോകൂ. അതുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ എത്തിക്കുകയായിരിക്കും ഒരുപക്ഷെ സംഘാടകർക്കും കേരളത്തിനും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇനി അതിനും വലിയൊരു ഫീ നൽകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ അർജന്റീന ടീമിന് നൽകുന്ന ആ തുകയുടെ അത്രയുമില്ല എങ്കിൽ പോലും ഒരു എതിരാളിയെ കണ്ടെത്തി കൊണ്ടുവരേണ്ടതുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയുന്നത്. അതിലും ഒരു വ്യക്തത, സ്ഥിരീകരണം നൽകേണ്ടത് സ്പോൺസർമാരാണ്, സംഘാടകരാണ്. ഇനി കായിക മന്ത്രിയും അതിൽ കുറെ കൂടി ഒക്കെ വിവരങ്ങൾ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും വി അബ്ദുറഹ്മാൻ കായിക മന്ത്രിയും ഈ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെത് മെസ്സി വരുംട്ടോ എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, നേരത്തെയും മെസ്സി വരുമെന്നുള്ള പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് പിന്നാലെ വലിയ വിവാദമുണ്ടായി, വലിയ ആക്ഷേപങ്ങൾ കേട്ടിരുന്നു, പരിഹാസങ്ങൾ കേട്ടിരുന്നു മന്ത്രി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയപ്പോൾ മന്ത്രിയും ആ പോസ്റ്റ് ഷെയർ ചെയ്ത് മെസ്സി വരുന്ന കാര്യം പങ്കുവച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും ഏറ്റവും പ്രധാനം അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. ലയണൽ മെസ്സിയും ആ സംഘത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷയും ആകാംക്ഷയും. ലയണൽ മെസ്സി എത്തിക്കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന പോലെ തന്നെ കേരള ഫുട്ബോളിലും വലിയ ഉണർവ് നൽകുന്ന ഒരു ഘടകമായിരിക്കും. കാരണം ലോക ചാമ്പ്യന്മാർക്ക് അത്രമാത്രം ആരാധകരുണ്ട് കേരളത്തിൽ. ശരി, അങ്ങനെ ആരാധകരുടെ കാത്തിരിപ്പിനൊക്കെ വിരാമമായി മെസ്സിപ്പട അർജന്റീന ടീം കേരളത്തിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനാണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. എൽദോ പോൾ പുതുശ്ശേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ